ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങളുടെ തലച്ചോറിനെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന പലതിനെയും മാറ്റിമറിച്ചേക്കാം. ഇതൊരു പൊള്ളയ വാഗ്ദാനമല്ല, ഇത് ശാസ്ത്രമാണ്. നമ്മളൊക്കെ പണ്ട് കേട്ടുവളർന്നൊരു കാര്യമുണ്ട് അല്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് പിന്നെ മാറില്ല, അതങ്ങനെ ഉറച്ചുപോകും എന്നൊക്കെ. പക്ഷെ സത്യം അതല്ല. പുതിയ കണ്ടെത്തലുകൾ പറയുന്നത് നമ്മുടെ തലച്ചോറ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അനുഭവങ്ങൾക്കനുസരിച്ച് സ്വയം രൂപം മാറുന്ന ഒന്നാണ് നമ്മുടെ തലച്ചോറ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളൊരു പുതിയ പാട്ട് പഠിക്കുമ്പോഴോ പുതിയൊരു വഴിയിലൂടെ നടക്കുമ്പോഴോ എന്തിന്, ഇപ്പോ നിങ്ങൾ എന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ചില ഭൗതികമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു അത്ഭുത പ്രതിഭാസത്തിന് ശാസ്ത്രലോകം ഒരു പേരും നൽകിയിട്ടുണ്ട്. ഇതാണ് വാക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നമ്മുടെ തലച്ചോറ് കല്ല് പോലെ ഉറച്ചുപോയ ഒന്നല്ല എന്നർത്ഥം. മറിച്ച് നമ്മുടെ ഓരോ ചിന്തയ്ക്കും പ്രവൃത്തിക്കും അനുസരിച്ച് അതിലെ വയറിംഗ് സ്വയം മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണത്. അപ്പോ എങ്ങനെയാണ് ഈ മാറ്റം ശരിക്കും തലച്ചോറിൽ സംഭവിക്കുന്നത്? ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് മൂന്നായി തിരിക്കാം. പ്രധാനമായും ഈ 3 തലങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്നത്: കെമിക്കൽ, സ്ട്രക്ചറൽ, പിന്നെ ഫങ്ഷണൽ. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് വളരെ പെട്ടെന്ന് നടക്കുന്ന മാറ്റമാണ് കെമിക്കൽ ചേഞ്ച്. നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തലച്ചോറിലെ കോശങ്ങൾക്കിടയിൽ കെമിക്കൽ സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിവേഗത്തിൽ പാഞ്ഞു തുടങ്ങും. ഇതുകൊണ്ടാണ് തുടക്കത്തിൽ നമുക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ മെച്ചപ്പെടുന്നതായി ഒരു ഫീല് കിട്ടുന്നത്. ഇത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയുടെ അടിസ്ഥാനമാണ്. ഇനി രണ്ടാമത്തത്, ഇത് കുറച്ചുകൂടി സ്ലോ ആണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്: സ്ട്രക്ചറൽ ചേഞ്ച്. ഇവിടെ ശരിക്കും തലച്ചോറിലെ കോശങ്ങൾക്കിടയിൽ പുതിയ കണക്ഷനുകൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഉള്ള കണക്ഷനുകൾ കൂടുതൽ ബലപ്പെടുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലോങ് ടേം മെമ്മറിയുടെ ഭാഗമായി മാറുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ ആദ്യമായി പിയാനോ പഠിക്കാനിരിക്കുകയാണെന്ന് വെക്കാം. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുന്നതുപോലെ തോന്നും. വിരലുകൾ കുറച്ചുകൂടി വേഗത്തിൽ ചലിക്കും. ഓ, ഇത് കൊള്ളാലോ, ഞാൻ പെട്ടെന്ന് പഠിക്കുമല്ലോ എന്നൊരു തോന്നൽ വരും. ഇതാണ് ആ കെമിക്കൽ ചേഞ്ച് തരുന്നൊരു തുടക്കത്തിലെ ബൂസ്റ്റ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ വീണ്ടും ആ പിയാനോയുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഒരു ഞെട്ടലായിരിക്കും. തലേ ദിവസം കിട്ടിയ ആ ഒരു ഫ്ലോ, ആ വേഗത, അതൊക്കെ എങ്ങോട്ടോ പോയതുപോലെ തോന്നും. ഇത് നമുക്ക് പലർക്കും അനുഭവമുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? സംഭവം സിമ്പിളാണ്. ആദ്യ ദിവസം കിട്ടിയ ആ പെട്ടെന്നുള്ള പുരോഗതിക്ക് കാരണം താൽക്കാലികമായ കെമിക്കൽ മാറ്റങ്ങളായിരുന്നു. ആ അറിവ് തലച്ചോറിൽ ശരിക്കും ഉറപ്പിക്കാനുള്ള സ്ട്രക്ചറൽ മാറ്റങ്ങൾ, അതായത് പുതിയ കണക്ഷനുകൾ ഉണ്ടാവാൻ ആവശ്യത്തിന് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് സ്ഥിരമായ പരിശീലനം വേണമെന്ന് പറയുന്നത്. ഇതൊക്കെ വെറും തിയറിയല്ല, ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഉദാഹരണത്തിന്, ലണ്ടനിലെ ആയിരക്കണക്കിന് സങ്കീർണമായ വഴികൾ മനഃപ്പാഠമാക്കുന്ന ടാക്സി ഡ്രൈവർമാരുടെ തലച്ചോറ് സ്കാൻ ചെയ്തപ്പോൾ വഴികൾ ഓർക്കാൻ സഹായിക്കുന്ന ഭാഗം മറ്റുള്ളവരെക്കാൾ വലുതാണെന്ന് കണ്ടെത്തി. അതുപോലെ വിരലുകൾ കൊണ്ട് ബ്രെയിൻ ലിപി വായിക്കുന്നവരുടെ തലച്ചോറിൽ കൈകളുടെ സെൻസറി ഭാഗം അസാധാരണമായി വികസിച്ചിരിക്കും. അതായത് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവുകളാണിത്. മൂന്നാമത്തെ മാറ്റം ഫങ്ഷണലാണ്. അതായത് നിങ്ങൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ തലച്ചോറിലെ ആ ഭാഗത്തേക്കുള്ള വഴി കൂടുതൽ എളുപ്പമാകും. ഒരു പുൽമേട്ടിലൂടെ നമ്മൾ എല്ലാ ദിവസവും നടന്നാൽ അവിടെ ഒരു വഴിയുണ്ടാകുന്നത് പോലെ തന്നെ പിന്നീട് അതേ കാര്യം ചെയ്യാൻ തലച്ചോറിന് കുറഞ്ഞ ഊർജ്ജം മതിയാവും. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കാതെ തന്നെ ഓടിക്കുന്നില്ലേ? അതുപോലെ. ശരി, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടാകും. തലച്ചോറിന് ഇങ്ങനെയൊക്കെ സ്വയം മാറാൻ കഴിവുണ്ടെങ്കിൽ പിന്നെന്താ പുതിയൊരു ഭാഷ പഠിക്കാൻ ഇത്ര പാട്? അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നാൽ പഴയ അവസ്ഥയിലേക്ക് തിരികെ വരാൻ ഇത്ര ബുദ്ധിമുട്ട്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പ്രശ്നം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കണക്ക് മാത്രം മതി. ലോകത്ത് മുതിർന്നവരിൽ സ്ഥിരമായ വൈകല്യങ്ങൾക്ക് കാരണമാകുന്ന 1-ാം നമ്പർ രോഗമാണ് സ്ട്രോക്ക്. ചികിത്സ കൊണ്ട് ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ തലച്ചോറിനെ പഴയ പോലെ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ നമ്മൾ ഇപ്പോഴും ഒരുപാട് പിന്നിലാണ്. അപ്പോ അതിനുള്ള ഉത്തരം ഇതാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. അത് നല്ല ശീലങ്ങളുണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന അതേ പ്രോസസ്സ് ഉപയോഗിച്ച് മോശം ശീലങ്ങളെയും ഉറപ്പിക്കും. നിങ്ങളൊരു പുതിയ സ്കിൽ പഠിക്കുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ്. അതേസമയം ഒരാൾ ലഹരിക്കടിമയാകുന്നതും വിട്ടുമാറാത്ത വേദന അനുഭവിക്കുന്നതും ഇതേ ന്യൂറോപ്ലാസ്റ്റിസിറ്റി മൂലമാണ്. ആ സാഹചര്യങ്ങളിൽ തലച്ചോറ് തെറ്റായ കാര്യങ്ങൾ പഠിച്ച് ഉറപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ
ഡോക്ടർ ലാറ ബോയ്ഡിന്റെ ഗവേഷണങ്ങളിൽ നിന്നുള്ള ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. നിങ്ങളുടെ തലച്ചോറിനെ മാറ്റാൻ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് മാത്രമേ കഴിയൂ. അതിന് വേറെ കുറുക്കുവഴികളോ മാന്ത്രിക ഗുളികകളോ ഒന്നും തന്നെയില്ല. അതിലേറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ? നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ആ പ്രയാസം യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിൽ വലിയ സ്ട്രക്ചറൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ സൂചനയാണ്. എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോറിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് അടുത്ത തവണ ഒരു കാര്യം പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഒന്നോർക്കുക, നിങ്ങളുടെ തലച്ചോറ് അവിടെ വളരുകയാണ്. ഇനി രണ്ടാമത്തെ പാഠം. പഠനത്തിനോ ചികിത്സയ്ക്കോ എല്ലാവർക്കും ഒരേപോലെ ഫലിക്കുന്ന ഒരു രീതിയില്ല. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആവാൻ 10,000 മണിക്കൂർ പരിശീലിക്കണമെന്നൊക്കെന്ന്. പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെയല്ല. കാരണം ഓരോരുത്തരുടെയും തലച്ചോറ് വ്യത്യസ്തമാണ്. ഇന്നത്തെ ക്യാൻസർ ചികിത്സ പോലെയാണിതും. ഓരോ വ്യക്തിയുടെയും ശരീരത്തിന് അനുയോജ്യമായ ചികിത്സാരീതികൾ കണ്ടെത്തുന്നതുപോലെ പഠനത്തിലും ഓരോരുത്തർക്കും അവരവരുടേതായ രീതികൾ കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങളുടെ തലച്ചോറിന് ഏറ്റവും നന്നായി വഴങ്ങുന്ന രീതി ഏതാണെന്ന് കണ്ടെത്തുകയാണ് പ്രധാനം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഡോക്ടർ ലാറ ബോയ്ഡിന്റെ ഈ വാക്കുകളിലുണ്ട്. അതായത്, നമ്മുടെ തലച്ചോറിന്റെ ശില്പികൾ നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, ശീലങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ തലച്ചോറിനെ മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് നേരെ വയ്ക്കുകയാണ്. ഈ അറിവ് വെച്ച് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ മികച്ചതാക്കാൻ ഇന്ന് നിങ്ങൾ എന്ത് പുതിയ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്? പുതിയൊരു പുസ്തകം വായിക്കുമോ? അല്ലെങ്കിൽ പുതിയൊരു കഴിവ് പരിശീലിച്ചു തുടങ്ങുമോ? അതോ ഒരു മോശം ശീലം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമോ? ആ തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്.